സസ്പെൻസ് അവസാനിപ്പിച്ച് വിഷു ബമ്പർ ഭാഗ്യക്കുറി അടിച്ച ഭാഗ്യവാനെ അങ്ങനെ നമ്മൾ കണ്ടെത്തി. ആലപ്പുഴ പഴവീട് സ്വദേശി പ്ലാമ്പറമ്പ് വിശ്വംഭരനാണ് വിഷു ബമ്പർ അടിച്ച ഭാഗ്യവാൻ. വിമുക്ത ഭടനാണ്, സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന ശീലമുണ്ട്. വിശ്വംഭരൻ ചേട്ടന് ലോട്ടറി അടിക്കുന്നത് ഇതാദ്യമല്ല. 5000 രൂപ സമ്മാനമടിച്ച ടിക്കറ്റ് പോക്കറ്റിലിരിക്കുമ്പോഴാണ് വിഷു ബമ്പറിന്റെ ഭാഗ്യം കൂടി വന്നു കയറിയത്. പ്ലാമ്പറമ്പ് വീട്ടിൽ ഭാഗ്യം കിടന്ന് കറങ്ങുകയാണ്. നമുക്ക് ആദ്യം ഈ റിപ്പോർട്ട് ഒന്ന് കാണാം, അതിനുശേഷം ഭാഗ്യവാനോട് സംസാരിക്കാം. ആലപ്പുഴ കൈതവന തൃക്കാർത്തിക ലോട്ടറി ഏജൻസിയുടെ സബ് ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് ഇത്തവണത്തെ വിഷു ബമ്പർ അടിച്ചത്. സമ്മാനാർഹനെ തേടി ലോട്ടറി ഏജന്റും സബ് ഏജന്റും ഇന്നലെ മുതൽ പരക്കം പാച്ചിലായിരുന്നു. രാവിലെയാണ് ഭാഗ്യവാൻ വിശ്വംഭരനാണെന്ന് വ്യക്തമായത്. മിക്കവാറും എടുക്കും. ഒരു 10 രൂപ എടുക്കും. അങ്ങനെ നോക്കിയില്ല, രാത്രിയിലാണ് നോക്കി. അങ്ങനൊന്നുമില്ല, അതടിച്ച് ഭാഗ്യം അമ്മയുടെ പഴവീട്ടിലെ അമ്മയുടെ ഭാഗ്യം. CRPF-ൽ നിന്ന് വിരമിച്ച വിശ്വംഭരൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബമ്പർ അടിച്ച പണം എങ്ങനെ ചെലവഴിക്കണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ എല്ലായിടത്തും ഇന്ത്യ മുഴുവനും കണ്ടിട്ട് വന്നത് കഴിഞ്ഞ വോട്ടർ വരെ. അപ്പം നമുക്ക് ചെലവാക്കേണ്ട ഏത് രീതിയിലാണ് ഐഡിയ. സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റ് ഫെഡറൽ ബാങ്ക് മുല്ലക്കൽ ബ്രാഞ്ചിൽ ഏൽപ്പിച്ചു. ഇനി പ്ലാൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് വിശ്വംഭരൻ ചേട്ടന്റെ ആഗ്രഹം. വിശ്വംഭരൻ ചേട്ടൻ സ്ഥിരം ഭാഗ്യവാനാണ്. 5000 രൂപ സമ്മാനം നേടിയ ടിക്കറ്റ് പോക്കറ്റിൽ ഇരിപ്പുണ്ട്. പ്ലാമ്പറമ്പ് വീട്ടിൽ ഭാഗ്യം കിടന്ന് കറങ്ങുകയാണെന്ന് സാരം. റിപ്പോർട്ടർ, ആലപ്പുഴ. വിഷു ബമ്പർ അടിച്ച ഭാഗ്യശാലി നമുക്കൊപ്പം ചേരുകയാണ്. സ്വാഗതം പ്ലാമ്പറമ്പ് വിശ്വംഭരൻ ചേട്ടന്. ഇന്നലെ കോടിപതിയായിട്ടാണല്ലേ കിടന്നുറങ്ങിയത്? ഈ ഒന്നാം സമ്മാനം അടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? എന്തുകൊണ്ടാണ് ഈ ലോട്ടറി ടിക്കറ്റിന്റെ ഫലം അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ നോക്കാതിരുന്നത്? രാത്രി ആ ടിക്കറ്റ് നോക്കിയതെന്ന് അറിഞ്ഞു. രാത്രി ആലപ്പുഴയാണെന്ന് രാത്രി ഇടയ്ക്ക് നോക്കി. അങ്ങനെ ഈ മൊബൈലൊക്കെ പറയുമല്ലോ, എൻ്റെ നാളിലെങ്ങനെ ബമ്പർ അടിച്ചു അമ്പർ അടിച്ചു, ആ ഒരു ഓർമ്മയും കൂടെ കിട്ടും. ഞാൻ നോക്കി, രാത്രി നോക്കിയപ്പോൾ ആലപ്പുഴയിലടിച്ചെന്ന് ആദ്യം. പിന്നെ കുറേ നേരം കഴിഞ്ഞ് വന്നപ്പോൾ പഴവീട്. അപ്പോൾ പിന്നെ ഞാൻ രാത്രിയൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഏതാണ്ടൊക്കെ നമ്മുടെ ആദ്യം ആരോടാ പറഞ്ഞേ? അടിച്ചു മോനേന്ന് ആദ്യം ആരോടാ പറഞ്ഞേ? അടിച്ചതങ്ങനെ ആരോടും പറഞ്ഞില്ല. കൺഫേം ആയിട്ട് രാവിലെ അവർ വന്നു. അതിൻ്റെ ടിക്കറ്റ് തന്നെ ഏജന്റ് ഇവിടെ വന്നിരുന്നു. അവർ വന്നപ്പോഴാണ് പറഞ്ഞത്. വീട്ടിലാണ് അരുന്തരവള്. അവർക്ക് സന്തോഷം, വീട്ടുകാരെല്ലാം സന്തോഷമല്ലേ. ആലപ്പുഴയ്ക്ക് അടിച്ച് ആദ്യമായിട്ട് എല്ലാവർക്കും ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ഇത് വിളിക്കാതിരിക്കുമ്പോൾ ഭയങ്കര വിളിക്കുന്നുണ്ട്. കേട്ടോ, ഇത് ഒരുപാട് പരസ്യമാണല്ലോ, അത് കാരണം ഒരുപാട് എല്ലാവരും വിളിച്ചു. രാത്രി പണ്ടെങ്കിലൊന്നും ഇല്ലായിരുന്നു, പേപ്പറിലൊക്കെ എന്തോ കടമൊന്നും വന്നില്ലല്ലോ, പൈസ കൈ കിട്ടിയിട്ടില്ലല്ലോ. ഇത്രയും പൈസ കൈ കിട്ടുമ്പോഴത്തേക്ക് എന്താ ചെയ്യാനായിട്ടൊരാഗ്രഹം? എന്തെങ്കിലും ഒരു പ്രത്യേക ആഗ്രഹം ഉണ്ടോ? ഇത്രയും ഇല്ല, കുറേശ്ശെ എല്ലാവർക്കും വീട്ടിലുള്ള വലിയ സാമ്പത്തികമുള്ള അല്ലല്ലോ ഇവിടെ ഉള്ളവരൊക്കെ. അപ്പോൾ അതിനൊക്കെ സ്വല്പം സഹായിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഒരു വീട് നമുക്കായിട്ട് ഒരെണ്ണം വെക്കണം, അത്രേ ഉള്ളൂ. ഇപ്പൊ എത്ര വയസ്സായി? 24. ഈ എത്ര ലോട്ടറി എടുത്തിട്ടുണ്ടാവും ഇത്രയും കാലത്തിനിടയിൽ? സ്ഥിരമായിട്ട് എടുക്കുന്ന ആളാണെന്ന് അറിയാം. അത് കണക്കൊന്നുമില്ല. അത് പണ്ട് 5 രൂപ മുതലുള്ള എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 5 രൂപ ടിക്കറ്റ് വിൽക്കുന്ന സമയത്ത് അന്നൊക്കെ 200 രൂപ 100 രൂപ വലിയ വിലയുള്ള സമയത്ത് അടിക്കുമായിരുന്നു, 50 100 ഒക്കെ. അങ്ങനെയാണ് ഇത് എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അതല്ല, കണ്ടമാന ചിലവിൻ്റെ കൂട്ടത്തിൽ ഇത് ഇപ്പം കണ്ടമാന ചിലവൊന്നുമില്ല. അങ്ങനെ ലോട്ടറി. പട്ടാളത്തിലായിരുന്നല്ലേ? അതെ, CRPF സെൻട്രൽ റിസർവ് പോലീസിലായിരുന്നു. ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഇപ്പം വെറുതെ വീട്ടു കുടുംബമായിട്ട് ഇങ്ങനെ
അറസ്റ്റ് ചെയ്യുക. ഇനിയിപ്പോൾ പ്രായമൊക്കെ ഇത്രയല്ലേ, വിളിക്കും. കൊറോണ വരുന്നതിന് മുമ്പൊക്കെ എറണാകുളത്ത് ബാങ്കിലൊക്കെ ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു. കൊറോണ വന്നപ്പോൾ ഇപ്പം ഇങ്ങ് പോകുന്നു, പിന്നെ പോയില്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? പിന്നെ ഇതൊക്കെ ഉണ്ട്, പെൻഷനും ഒക്കെ കൊണ്ട് തട്ടിമുട്ടി. വീട്ടിൽ ഭാര്യയും കുട്ടികളും ഉണ്ട്, പിന്നെ ഇവിടെ ചേച്ചി, ചേട്ടൻ, ചേച്ചിയുടെ മക്കളും ഒക്കെ ഉണ്ട്. എല്ലാരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഉപദേശിച്ചോ ഇത് ചെയ്യണം? കൂട്ടുകുടുംബോ? കൂട്ടുകുടുംബം ഇല്ല, ഒന്നും ഉപദേശിച്ചില്ല. അവരൊന്നും ഉപദേശിക്കാനെന്തോ ഇപ്പോഴല്ലേ ഇനി ഉപദേശമൊക്കെ കിടക്കുന്നില്ല, സമയം കിടക്കുന്നില്ലേ ഉള്ളൂ. അപ്പോൾ ആ ഉപദേശമൊക്കെ ഇങ്ങനെ സ്വീകരിച്ച് കൃത്യമായിട്ട് ആ ഒരു തുക, അത് 74-ാമത്തെ വയസ്സിൽ കോടിപതി ആയിരിക്കുകയാണ്. അപ്പോൾ യാത്ര പോകാനും അങ്ങനെയൊക്കെ സാധാരണ ആളുകൾ ശ്രദ്ധിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ പലയിടത്തും പോയിട്ടുള്ള ആളാണെന്ന് കേട്ടു, ഞാൻ ഈ റിപ്പോർട്ടിൽ ഇങ്ങനെ കേട്ടു. അങ്ങനെയുള്ള എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടോ? ഇനിയും അങ്ങനെ ചെയ്യണം, അത് ചെയ്യണം എന്നൊക്കെ? അങ്ങനെയൊന്നുമില്ല. അമ്പലത്തിൽ ഭഗവാനോട് എപ്പോഴും അമ്പലത്തിൽ പോകും, അത്രേ ഉള്ളൂ. പിന്നെ വലിയ ദൂരെയുള്ള അമ്പലത്തിലൊക്കെ എല്ലാം കണ്ടിട്ടുള്ളത്, വടക്കേ ഇന്ത്യയിലൊക്കെ ജോലി ചെയ്ത് എല്ലാം കണ്ടിട്ടുള്ളത്. ഈ താജ്മഹൽ ആരും കണ്ടിട്ടില്ല. ഞാൻ ഒരു മാസം അവിടെ കിടന്നുറങ്ങില്ല, കാരണം ഡ്യൂട്ടിയായിരുന്നു. ഡ്യൂട്ടി പോയി അവിടെ താജ്മഹലൊക്കെ എത്ര രൂപ മുടക്കി ഓരോരുത്തർ പോകുന്നത്, അന്ന് നമ്മുടെ ഡ്യൂട്ടി വേണ്ടി വന്നു, ഓരോരു എമർജൻസി. അത് ഞാൻ എന്നെ പോകുന്നു, ഒരുപാട് ഞാൻ ചെറുപ്പമാണ്, 10-30 മനുഷ്യരുള്ളൂ. എന്നെ വിടുകയും ചെയ്യും. എല്ലാത്തിനും ഇതാണ് ജയം ബാസ്കറ്റ് ബോളിലായിരുന്നു. അപ്പോൾ സന്തോഷമായി. ഇനിയും ലോട്ടറി എടുക്കുവോ? ഇപ്പൊ കോടിപതിയായി, അപ്പോൾ ഇനിയും ഭാഗ്യം വേണമെന്ന് ലോട്ടറി എടുത്തോണ്ടേ ഇരിക്കുവോ? തീർച്ചയായിട്ടും എടുക്കും. ലോട്ടറിക്കാർ ഇവിടെ വിടത്തില്ലല്ലോ, അവർ എന്നെ വഴി കൂടെ നടത്തിയോ? നടത്തത്തില്ലല്ലോ, എടുത്തില്ലേ. നമുക്കില്ലെങ്കിൽ അവർക്ക് 2 രൂപ കിട്ടുന്ന അവർക്ക് കിട്ടട്ടെ, എന്തായാലും കിട്ടണ്ടേ. ഇനി ആദ്യ നാളെ നമ്മളില്ലല്ലോ, അപ്പം എല്ലാം സുഖമായിട്ട് എല്ലാവർക്കും കിട്ടണം. എനിക്ക് കിട്ടുന്നത് അടുത്തത് എനിക്ക് കിട്ടണമെന്നല്ല എടുക്കുന്നത്, അടുത്തവർക്ക് കിട്ടട്ടെ. പക്ഷേ ലാട്ടറിയുടെ പ്രോത്സാഹിപ്പിക്കണം. ഇങ്ങനെ വലിയ പെട്ടെന്ന് ഒന്നുമില്ലാത്തവർക്ക് ഇച്ചിരി പൈസയൊക്കെ ആയി ഇതുപോലെയൊക്കെ ആകുമല്ലോ. അപ്പൊ സന്തോഷമായിട്ടിരിക്കും കേട്ടോ. അതന്നെയല്ലേ, ഗവൺമെന്റ് ഭയങ്കര വരുമാനമല്ലോ. അതെ, അപ്പൊ സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ കോടിപതി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ജീവിത സായാഹ്നത്തിൽ വന്ന ഒരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ അത് സന്തോഷമായിട്ട് എല്ലാവർക്കും, ഒപ്പം കൂട്ടുകുടുംബം എന്ന് പറഞ്ഞു, അപ്പോൾ കുടുംബത്തിലും എല്ലാവർക്കും കൂടിയുള്ള ഒരു ഭാഗ്യമാണ്. അതെ, കോടിപതി എന്ന് പറയുമ്പോൾ ഒരു മരിച്ചെടുക്കുമ്പോൾ ഒരു പേരാ അല്ലേ? അതെ, കോടിപതി. അത് ശരിയാ. മരിക്കൊന്നും വേണ്ട, കുറെ കാലം ഇങ്ങനെ സന്തോഷമായിട്ട് ഈ ചിരി ഒത്തിരി കാലം ഉണ്ടാവട്ടെ. അല്ല, ഇപ്പൊ എന്തായാലും മരിക്കണമല്ലോ ഒരു ദിവസം, അന്ന് പറയുമല്ലോ കോടിപതി. അറിയാത്തവരോട് പിള്ളേരോടൊക്കെ പറഞ്ഞു കൊടുക്കരുത്, ഇത് കോടിപതിയാണ്. ഇനിയിപ്പോ പഴവീട് ജംഗ്ഷനിലൊക്കെ പോയി നിൽക്കുമ്പോൾ കോടിപതി എന്ന് വിളിക്കും. അവർ വിളിക്കത്തില്ല ഇപ്പൊ, അവർക്കൊക്കെ അറിയാം നമ്മുടെ സ്വഭാവം. അവിടെ അല്ലല്ലോ നമ്മുടെ കൂട്ടുകാരല്ലേ. ഓക്കെ, അപ്പൊ ഒത്തിരി സന്തോഷം വിശ്വംഭരൻ ചേട്ടാ. ഭാഗ്യം എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ കേട്ടോ. എല്ലാ ആശംസകളും. അതിന്റെ 10 ഇരട്ടി സന്തോഷം എനിക്കാ. ഓക്കെ, അപ്പോൾ പ്ലാമ്പറമ്പിൽ വിശ്വംഭരൻ ചേട്ടനാണ് ആ ഭാഗ്യവാൻ. 12 കോടിയാണ് ലോട്ടറി അടിച്ചത്. ഇനിയും ലോട്ടറി എടുത്തുകൊണ്ടേയിരിക്കും. സംസ്ഥാന സർക്കാരിന് ഒരു വരുമാന മാർഗ്ഗമാണ്. അതുപോലെ തന്നെ ഇനി കൂടുതൽ പേർക്ക്, അതായത് ഏജന്റിന് ഒപ്പം മറ്റാളുകൾക്കൊക്കെ ഭാഗ്യം തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട്. അപ്പോൾ 74-ന്റെ നിറവിൽ കോടീശ്വരനായ വിശ്വംഭരൻ ചേട്ടനായിരുന്നു നമുക്കപ്പോൾ അതിഥിയായി ഉണ്ടായിരുന്നത്.